ആദ്യം തന്നെ ശ്രീശങ്കര വിദ്യാപീഠത്തിലെ വിദ്യാപീഠ സ്കൂളിലെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, ടീച്ചർമാരുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്. വേദിയിൽ ദീപ ടീച്ചർ ഞങ്ങളുടെ ആക്ച്വലി ഓഫീസിൽ വന്നിരുന്നു. അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. ശ്രീ അശോക് കുമാർ അദ്ദേഹം വന്നിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് ശ്രീ രാജു നാരായണസ്വാമി അദ്ദേഹമായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് തോന്നുന്നു. അദ്ദേഹത്തിന് അസൗകര്യം മൂലം എത്താൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതും കൂടി ചെയ്തേക്കണം. എനിക്കതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇറങ്ങത്തില്ല. പക്ഷെ എങ്കിലും ചോദിക്കും ഇന്ന് എന്ത് പരിപാടിക്കാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്കൂളിലാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ ഒരു കാര്യമുണ്ട്. പണ്ട് ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് ആനുവൽ ഡേക്കും മറ്റേ സ്കൂൾ ഡേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പിള്ളേർക്കൊക്കെ ഒരാഴ്ച റിഹേഴ്സലൊക്കെ എടുത്തിട്ടാണ് മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. അവിടെ മേക്കപ്പ് പിടിക്കുന്നു. അന്ന് രാവിലെ തൊട്ട് ടെൻഷനാണ്. ഈ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ ബോധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ മക്കൾ സൈഡിൽ ചോദിക്കും അന്ന് ഇത് ഏത് അങ്കിളെന്ന്. ഈ അങ്കിൾ എപ്പോൾ സംസാരം നിർത്തും, ഭയങ്കര കത്തിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് പ്രത്യേകം പറഞ്ഞ് നിങ്ങളോടൊപ്പം അധികം സംസാരിച്ച് ഈ കത്തി പ്രയോഗത്തിൽ പെടരുത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് സ്കൂളിൽ വരുന്ന ആദ്യമേ ആലോചിക്കും. ഇങ്ങനെ കുട്ടികളെയൊക്കെ നോക്കും. അപ്പൊ തന്നെ അവര് മേക്കപ്പ് ഇട്ടിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടു. അവർക്കൊക്കെ ഇന്ന് സ്റ്റേജിൽ വരണം, അവർക്ക് പ്രൈസ് വാങ്ങിക്കണം, ഡാൻസ് ചെയ്യണം, ഓരോരോ പരിപാടികളാണ്. അപ്പോൾ അധികം സംസാരിക്കുന്നത് അഭികാമ്യം എന്നല്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ വരുമ്പോൾ ഒന്നും പറയാതെ ഇറങ്ങി പോകാനും പറ്റില്ല. പ്രത്യേകിച്ച് ഇന്ന് ഒരു വലിയ മനുഷ്യനായ ശ്രീ രാജു നാരായണസ്വാമി അദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒപ്പമൊന്നും എനിക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ സംസാരിക്കുന്നു. ഇതിനോടൊപ്പം ഈ സ്കൂളുകളിലൊക്കെ ഞാനും പഠിച്ചിരുന്ന കാലത്ത് ഞാനൊരു ബിലോ ആവറേജ് ആയിരുന്നു. എന്നുവെച്ചാൽ ഈ ചിലർക്ക് പഠിത്തം, അതായത് ബുക്ക് എടുത്ത് തുറന്നു നോക്കിയാൽ അത് പഠിക്കാനുള്ളൊരു കഴിവ് കാണും. വേറെ പലർക്ക് കലാപരമായ കഴിവായിരിക്കും, ചിലർക്ക് സ്പോർട്സിലായിരിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിത് എല്ലാത്തിൻ്റെയും ഭാഗമായിരുന്നു. ആവറേജാണ്, പക്ഷെ എന്നാൽ സ്പോർട്സിലുണ്ട്, കുറച്ച് കലാപരിപാടിയുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നു. അപ്പം എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും ഇന്ന് വരെ പഠിക്കണം എന്ന് പ്രഷർ കൊടുത്തിട്ടേയില്ല. കാരണം വെച്ചാൽ അങ്ങനെ പ്രഷർ കൊടുത്ത് അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളുടെ വീട്ടിന് അപ്പുറത്തൊരു സയൻറ്റിസ്റ്റും ഭാര്യയാണ് താമസിക്കുന്നത്. കാരണം അവരുടെ മക്കളെ പോലെ എൻ്റെ മക്കളാവത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും സിന്ധു ആവറേജ്. എൻ്റെ മക്കൾ അതുപോലെയൊക്കെ പഠിച്ചാൽ സംശയമായി. പുരന്തരം എൻ്റെ മക്കൾ അപ്പുറത്തെ ആളുടെ പോലെ പഠിക്കുന്നതെന്ന് വിചാരിച്ച കുഴപ്പമായി. ഇപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറയും അത് അധികം ഒന്നും പഠിക്കണ്ട, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാണ്. ഇപ്പോൾ അഹാനയ്ക്കാണെങ്കിൽ അവൾക്ക് പണ്ട് തൊട്ട് തന്നെ ഈ വീഡിയോ എഡിറ്റിങ് മറ്റു കാര്യങ്ങളോട് ഇഷ്ടം. രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ ഡാൻസോടാണ് ഇഷ്ടം. മൂന്നാമത്തെ ആൾക്ക് കുറച്ച് സിനിമാ കമ്പം. നാലാമത്തെ ആൾക്കും ഡാൻസൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾ അറിയായിരിക്കും, എനിക്ക് 4 പെൺമക്കളാണ്. എൻ്റെ ഭാര്യയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും സ്കൂളിൽ പോയി നമ്മൾ പഠിക്കണം, ടീച്ചർമാരെ ബഹുമാനിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നാൽ അച്ഛനമ്മമാരെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഒരു പ്രായം. ഇന്നിപ്പോൾ എനിക്ക് 57 വയസ്സായപ്പോൾ എൻ്റെ അടുത്ത് ആര് ചോദിക്കുന്നില്ല കൃഷ്ണമാൻ SSLCക്ക് എത്ര മാർക്കായിരുന്നു, ഞാനേ മറന്നുപോയി എത്രയാണ്. അപ്പം ഇന്നതൊന്നുമല്ല, ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ പഠിക്കുക, ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പഠിക്കുക. ഞാൻ എല്ലായിടത്തും മുമ്പ് കുട്ടികളെ കാണുമ്പോൾ പറയും അച്ഛനമ്മയുടെ കരുത്ത് പോയി സംസാരിക്കാറുണ്ടോ, കെട്ടിപ്പിടിക്കാറുണ്ടോ, വൈകുന്നേരങ്ങളിലൊക്കെ അവരുടെ കാലൊക്കെ ഒന്ന് തടവി കൊടുക്കാറുണ്ടോ, തല മസാജ് കൊടുക്കാറുണ്ടോ. കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി തോന്നും. പക്ഷേ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളിൽ ഇതൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ എൻ്റെ പ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല, എല്ലാം കൊച്ചു പിള്ളേരാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ കുട്ടികളിരുന്ന് പ്രാർത്ഥന ചൊല്ലിയതും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് എൻ്റെ മക്കൾക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി വലിയ അറിവില്ല. കാരണം അവർ പഠിച്ച സ്കൂളിൽ ഇത്തരം കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷെ അവരും നല്ല കുട്ടികളാണ്, അത്യാവശ്യം നല്ലപോലെ പെരുമാറാറിയാവുന്ന മക്കളാണ്, ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ അവരിന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമായി മാറിയിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം, രാഷ്ട്രീയത്തിൽ വന്നാൽ കാശ് അങ്ങോട്ടാണ് ഞാനൊക്കെ കൊണ്ട് കളഞ്ഞ് 2 ഇലക്ഷൻ തോറ്റ ആളാണ്. ഈ മക്കളെ ചെറുപ്രായത്തിൽ ഞാൻ അത്യാവശ്യം സമ്പാദ്യശീലം പഠിപ്പിച്ചു. ഈ സമ്പാദ്യം എന്ന് വെച്ചാൽ പൈസ സമ്പാദിച്ച് മൊത്തം നമ്മൾ എടുക്കണമെന്നല്ല. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ചിലപ്പോൾ ഇരിക്കുന്ന 1-2 പേർക്കറിയാം, അന്ന് ഈ പിഗി ബാങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ പിന്നീട് കൊടുക്കാന്നൊക്കെ പറയും. അത് സ്കൂളിൽ നിന്ന് തന്നിട്ട് അതിനകത്ത് കുറച്ച് പൈസ ഇട്ട് വയ്ക്കാൻ പറയും. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് പൈസ വല്ലപ്പോഴൊക്കെ തരും. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് അതിനകത്ത് അച്ഛൻ തരുന്നത് 5 രൂപ 6 രൂപയാണ്. പിന്നെ എപ്പോഴും അത് 200 രൂപയായപ്പോൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അന്ന് സ്കൂളിലൊക്കെ ചിലപ്പോൾ സഞ്ചയിക എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അറിയാതിരിക്കുമല്ലോ. ഈ സഞ്ചയികയിലൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1000 രൂപ ഉണ്ടായിരുന്നു. അത് വലിയൊരു സംഖ്യയായിരുന്നു. അന്ന് കോളേജ് അഡ്മിഷനൊക്കെ പോയപ്പോൾ ഈ സഞ്ചയികയിലെ പൈസ എടുത്താണ് അച്ഛനമ്മ എന്നെ കോളേജ് ചേർക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ചെറിയ തോതിൽ സമ്പാദ്യശീലം വളർത്തുക. ഈ സമ്പാദിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കാവണമെന്നില്ല. ഈ വെള്ളപ്പൊക്കം മറ്റേ ചിലർ കുട്ടികളുടെ കുടുക്ക പൊട്ടിച്ച് കൊടുത്തു സർക്കാർ. അതാണ് നമുക്ക് നമ്മുടെ ആർക്കെങ്കിലും സഹായത്തിന് മരുന്ന് വാങ്ങിക്കാൻ കൊടുക്കാം, നമ്മുടെ അച്ഛനമ്മമാരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യാം. ഇങ്ങനെ സ്കൂളിൽ ഒരു പരിപാടിക്ക് വിളിച്ചു. അപ്പൊ
അപ്പൊ ഞങ്ങൾക്കൊരു ചെറിയ സംഘടനയുണ്ട്, അഹാദിഷിക എന്ന് പറഞ്ഞ് ഈ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന. ഈ അഹാദിഷിക എന്ന പേര് ആരുടെയും വായിൽ പെട്ടെന്ന് വരത്തില്ല, കാരണം അഹാന, ദിയ, ഇഷാനി, ഹൻസിക ഇവരുടെ പേരെല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ സംഘടനയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവിടെ വരുമ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചപ്പോൾ 287 തോന്നുന്നു. പറഞ്ഞല്ലേ മൊത്തം എത്ര കുട്ടികളാണ്? അപ്പൊ ഞാനൊരു 300 ചെറിയ വാട്ടർ ടാങ്കിന്റെ സ്റ്റൈലിലൊരു സാധനം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. ഓരോ കുട്ടികൾക്കും ചെറിയൊരു സംഖ്യയായ ഈ 287 കുട്ടികൾക്കും ഇനിഷ്യലായിട്ടുള്ള ഒരു 100 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് തുടങ്ങി വെക്കട്ടെ, തുടങ്ങുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ എഴുതി വെക്കാം ആരാവണമെന്നൊക്കെ. ഇതൊരു വലിയ സംഭവമല്ല, ഒരു ചെറിയ കാര്യമാണ്. പക്ഷെ എൻ്റെ ഉദ്ദേശം എൻ്റെ പരിസരത്തുള്ള ഒരു 3000 കുട്ടികളെ ഞാനിങ്ങനെ എയിം ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് തുടങ്ങി കൊടുക്കുക. കാരണം ഇത് കഴിഞ്ഞാൽ ഞാൻ ഫെഡറൽ ബാങ്കുമായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ 1000 രൂപ ആവുന്ന സമയത്ത് ഫെഡറൽ ബാങ്കുകാർ ഈ കുട്ടികൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി കൊടുക്കാം സ്കൂളിൽ വന്ന്. അത് അവർക്കും നല്ലതാണ്, ചിലപ്പോൾ രാജ്യത്തിനും അത് ഗുണമാവും, കുറച്ച് പൈസ കൂടി വരട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇന്നിവിടെ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സൗകര്യം ചെയ്യാം. പറഞ്ഞു ആദ്യം ഇന്നിവിടെ എത്ര ഡിവിഷനുണ്ട്, ആ ഡിവിഷനിൽ തന്നെ ഉള്ള കുട്ടികളുടെ ലീഡേഴ്സ് അല്ലേ, എത്ര 15 പേരാണോ, 13 കുട്ടികൾക്ക് സ്റ്റേജിൽ വെച്ച് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ വന്നിട്ട് പിഗി ബാങ്ക് പോലത്തെ സംഭവം തരാം, ഒരു 100 ഫ്രഷിന്റെ നോട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞു. അതിനെനിക്കൊരു അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനോട് നന്ദി. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. രാജീവ് നാരായണസ്വാമി അദ്ദേഹത്തിന് വേണ്ടി ഈ നല്ലൊരു സയൻസ് സന്ധ്യ, നല്ലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ഒപ്പം എനിക്ക് നമ്മുടെ ഇതിനെ ഭവിഷ്യം ഭദ്രം എന്നാണ് ഈ ഒരു പരിപാടിക്ക് പേരിട്ടത്. അത് ഞാനിട്ട പേരല്ല. ഞാൻ ഈ ആശയം പറഞ്ഞപ്പോൾ അന്ന് ശ്രീ അനിൽ, നിങ്ങളിവിടെ അനിൽ ആസാം എന്ന് വിളിക്കുന്ന പ്രിയ സഹോദരൻ അനിൽ പറഞ്ഞു, എന്റെ മനസ്സിലൊരു പേര് വന്നു, ഭവിഷ്യം ഭദ്രം. എനിക്കൊരു വളരെ ഒരു സുഖമായ പേരായിട്ട് തോന്നി. ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഒറ്റ സെക്കൻഡിൽ അത് എന്താലോചിച്ച് പറഞ്ഞെന്നറിയില്ല. ചിലപ്പോൾ ഇത് നാളെ വളരെ വലിയൊരു പദ്ധതിയായി മാറാം. അതിന് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ അങ്ങനെ ഒരു പേര് വന്നു. ഇങ്ങനെ നല്ലൊരു സ്കൂളിൽ, അതും എനിക്ക് ആ പ്രാർത്ഥനാ നിർഭരമായി തുടങ്ങാൻ കഴിഞ്ഞു. എനിക്ക് അവിടെ തന്നെ പുഷ്പം അർപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റി. ഇതെല്ലാം നല്ലൊരു സൂചനയായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ഈ ഒരു പദ്ധതിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന്, അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒട്ടും നീട്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ചോദിക്കും, അമ്മ എന്താ അങ്കിള് സംസാരം നിർത്താത്തെന്ന് ചോദിക്കും. അങ്കിള് കത്തിയായി തുടങ്ങി എന്ന് പറയും. അതിനൊരവസരം കൊടുക്കുന്നില്ല. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ. നമ്മോടൊപ്പമുള്ള ശ്രീ കൃഷ്ണകുമാർജി, കൂടാതെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക ദീപ ചേച്ചി, മാതൃസമിതിയുടെ അധ്യക്ഷ, കൂടാതെ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ള മുഴുവൻ പേർക്കും ഭാരത വിദ്യാനികേതന്റെ ഹൃദയമായ നമസ്കാരം. 1-2 വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊള്ളു. കാരണം വിദ്യാനികേതന്റെ ആശയത്തെ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന 2 വേദികളാണ്. ഒന്ന് പ്രവേശനോത്സവവും മറ്റൊന്ന് വാർഷികോത്സവം. ഈ 2 സമയങ്ങളിലാണ് ഒരു പൊതുസമൂഹത്തിൽ വിദ്യാനികേതനെ കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, എല്ലാ രാഷ്ട്രത്തിനും അതിൻ്റെതായ ഒരു സംസ്കാര തനിമയുണ്ട്. ഭാരതത്തിനും അതുപോലെ തന്നെ ഒരു സംസ്കാര തനിമയുണ്ട്. ആ സംസ്കാര തനിമയായിരുന്നു ഭാരതത്തിന്റെ സത്യം എന്നത്. ആ സത്യത്തിന്റെ ബീജാവഹം ആർജിച്ചു തന്നെയാണ് ഭാരതത്തിൽ ഏത് മേഖലയിലും, സമസ്ത മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ ശാസ്ത്ര മേഖലകളിലും മറ്റ് സാങ്കേതിക മേഖലകളിലും ഭരണ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും ഒക്കെ ഭാരതം ഈ ലോകത്തിന്റെ തന്നെ ആശയകേന്ദ്രവും ആശാകേന്ദ്രവും ഒക്കെ ആയിരുന്നത് നമുക്കറിയാം. ഏകദേശം 800 വർഷക്കാലത്തോളം മുഹമ്മദീയ ശക്തികളുടെ ആക്രമണത്തിലും അവരുടെ അടിമത്തത്തിലും ക്ഷേത്രദംശനം ചെയ്തും അതേപോലെ തന്നെ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായി ഉപദ്രവിച്ചും മതപരിവർത്തനം ചെയ്തുമൊക്കെ ഈ ദേശത്ത് 800 വർഷക്കാലത്തോളം ഭരണം നടത്തിയിട്ടും പിന്നീട് വന്ന ബ്രിട്ടീഷ്, അതായത് പാശ്ചാത്യ അധിനിവേശ ശക്തികളും അതേപോലെ തന്നെ കച്ചവട മനോഭാവത്തിലും വന്ന ആ പാശ്ചാത്യ ശക്തികൾ ഏകദേശം 400 വർഷക്കാലത്തോളം നമ്മെ രാഷ്ട്രത്തെ സാമ്പത്തികമായി കട്ടുപിടിച്ചും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ ഈ പറഞ്ഞ ഇന്നത്തെ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു സമഗ്രമായ സാമൂഹ്യ പരിവർത്തനം എന്ന പേരിലേക്ക് വിദ്യാബോധത്തോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം $800 കോടി ഇവിടെ നിന്ന്
ട്രില്യൺ ഡോളർ, 800 ട്രില്യൺ ഡോളറാണ് ഈ നാട്ടിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയത്. ഇതൊക്കെ സംഭവിച്ചിട്ടും ഇന്നും ഈ രാഷ്ട്രം ഇന്ന് എക്കണോമിക്കലി ഈ ലോകത്തിന്റെ തന്നെ 3ാമത്തെ തലത്തിൽ ഇന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാന കാരണമെന്ന് ഈ ദേശത്തിന്റെ ഒരു സംസ്കാരമാണ്.